വൻ പ്രഖ്യാപനങ്ങളുമായി രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റ്. എല്ലാ മേഖലയ്ക്കും പ്രാധാന്യം നൽകിയുള്ള ബജറ്റാണ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അവതരിപ്പിച്ചത്. അങ്കണവാടി ആശാവർക്കർമാരുടെ വേതനം കൂട്ടിയതു മുതൽ സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണത്തിന് വരെ കമ്മീഷൻ ഏർപ്പെടുത്തിയതാണ് ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ. ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ നാലാമത്തെ ബജറ്റാണ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അവതരിപ്പിച്ചത്. 1.82 ലക്ഷം കോടി രൂപ റവന്യൂ വരവും 2.4 ലക്ഷം കോടി രൂപ ആകെ ചെലവും പ്രതീക്ഷിക്കുന്നതാണ് ബജറ്റ്. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റിൽ നിരവധി പ്രഖ്യാപനങ്ങളുണ്ട്. നിരവധി ക്ഷേമ പ്രഖ്യാപനങ്ങളാണ് ബജറ്റിൽ ഇടം പിടിച്ചത്. അംഗനവാടി ആശാവർക്കർമാരുടെ വേതനം കൂട്ടിയതു മുതൽ സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണത്തിന് വരെ കമ്മീഷൻ ഏർപ്പെടുത്തിയതാണ് ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ. രാവിലെ 9 മണിയോടെയാണ് മന്ത്രി ബജറ്റ് അവതരണം തുടങ്ങിയത്. 2 മണിക്കൂറും 53 മിനിറ്റും ബജറ്റ് അവതരണം നീണ്ടുനിന്നു. കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചുകൊണ്ടായിരുന്നു ബജറ്റ് പ്രസംഗം തുടങ്ങിയത്. കേന്ദ്രം സാമ്പത്തികമായി ഞെരുക്കിയെങ്കിലും പിടിച്ചു നിന്നുവെന്ന് മന്ത്രി പറഞ്ഞു. നേരത്തെ നിശ്ചയിച്ച വായ്പാ പരിധി വെട്ടിക്കുറച്ചും അർഹമായ കുടിശ്ശികകൾ നിഷേധിച്ചും ഈ സർക്കാരിനെ അവസാന ഭാഗത്തിൽ ശ്വാസം മുട്ടിക്കാൻ കേന്ദ്ര ശ്രമം നടത്തുന്നുണ്ട്. അവ പക്ഷേ താൽക്കാലികമാണ്. തെരഞ്ഞെടുപ്പ് കാലത്തെ ഇരുട്ടടി എന്നേ അതിനെ കാണേണ്ടതുള്ളൂ. ദീർഘകാല ധനകാര്യ നില നോക്കിയാൽ കേരളം വളരെ മെച്ചപ്പെട്ട നിലയിലാണെന്ന കാര്യം പറയുന്നത് ഞങ്ങൾ മാത്രമല്ല, റിസർവ് ബാങ്കും കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലും എല്ലാം ഇക്കാര്യം പറയുകയും കേരളത്തെ അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. ധനനിലയിലെ അഭിമാനകരമായ പുരോഗതി സംബന്ധിച്ച സ്ഥിതിവിവരങ്ങൾ ബജറ്റ് പ്രസംഗത്തിലും അനുബന്ധ രേഖകളുമായി അവതരിപ്പിക്കുന്നുണ്ട്. സർക്കാർ ജീവനക്കാരുടെ DA, DR കുടിശ്ശിക തീർത്തു നൽകും. ഒരു ഗഡു ഫെബ്രുവരി ശമ്പളത്തിനൊപ്പം നൽകും. മാർച്ച് മാസത്തെ ശമ്പളത്തിനൊപ്പം ശേഷിക്കുന്ന ഗഡുക്കൾ നൽകുമെന്ന് ധനമന്ത്രി പറഞ്ഞു. ഭക്ഷ്യവകുപ്പിന് വിപണി ഇടപെടലിന് ഉൾപ്പെടെ 2333 കോടി വകയിരുത്തി. സംസ്ഥാനത്തെ 100 സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ നവീകരിക്കുന്നതിന് 17.8 കോടി വകയിരുത്തി. ലൈഫ് മിഷൻ പദ്ധതിക്ക് 1497 കോടി നീക്കിവെച്ചു. സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമത്തിന് 484 കോടി വകയിരുത്തി. അംഗനവാടികളിൽ എല്ലാ പ്രവൃത്തി ദിവസവും പാലും മുട്ടയും നൽകാൻ 80 കോടി അനുവദിച്ചു. പ്രീ പ്രൈമറി അധ്യാപകരുടെ വേതനം 1000 രൂപ വർദ്ധിപ്പിച്ചു. സ്കൂൾ പാചക തൊഴിലാളികൾക്ക് ദിവസവേതനം 25 രൂപ വർദ്ധിപ്പിച്ചു. പെരളശ്ശേരിയിൽ മാനവീയ മോഡൽ സാംസ്കാരിക ഇടനാഴി സ്ഥാപിക്കും. തളിപ്പറമ്പിൽ മൃഗശാലയ്ക്കായി 4 കോടി വകയിരുത്തി. പത്രപ്രവർത്തക പെൻഷൻ 1500 രൂപ വർദ്ധിപ്പിച്ച് 13000 രൂപയാക്കി. ഉന്നത വിദ്യാഭ്യാസത്തിന് 854 കോടി. സർക്കാർ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് സൗജന്യ യൂണിഫോമിന് 150 കോടിയും വകയിരുത്തി. ലൈബ്രറിയന്മാർക്ക് 1000 രൂപയുടെ ശമ്പള വർധനയുണ്ടാകും. 2500 കോടി രൂപയാണ് ആരോഗ്യ മേഖലയ്ക്കായി സർക്കാർ വകയിരുത്തിയത്. സംസ്ഥാനത്തെ എല്ലാ താലൂക്ക് ആശുപത്രികളിലും ഡയാലിസിസ് സൗകര്യമൊരുക്കും. പാലിയേറ്റീവ് കെയർ മാസധനസഹായം 600 രൂപയിൽ നിന്ന് 1000 രൂപയാക്കി വർദ്ധിപ്പിച്ചു. റോഡ് അപകടങ്ങളിൽപ്പെട്ട് ചികിത്സയിൽ കഴിയുന്നവർക്ക് ആദ്യ 5 ദിവസം സൗജന്യ ചികിത്സ ലഭ്യമാക്കും. ഓട്ടോറിക്ഷ, ടാക്സി തൊഴിലാളികൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കും. കാരുണ്യക്ക് പുറത്തുള്ള ആളുകൾക്കായി പുതിയ ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കും. അതിനായി ബജറ്റിൽ 50 കോടി വകയിരുത്തി. ക്യാൻസർ, ലെപ്രസി, ക്ഷയരോഗബാധിതരുടെ പെൻഷൻ 1000 രൂപ വർദ്ധിപ്പിച്ച് 2000 രൂപയാക്കി. കാർഷിക മേഖലയ്ക്കായി മൊത്തം 2000 കോടി രൂപയാണ് ബജറ്റിൽ അനുവദിച്ചിരിക്കുന്നത്. കേര വികസനത്തിന് 100 കോടി അനുവദിച്ചു. നാളികേര വികസനത്തിന് 75 കോടിയും കാർഷിക സർവകലാശാലയ്ക്ക് 72 കോടിയും അനുവദിച്ചു. 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അപകട ലൈഫ് ഇൻഷുറൻസ് പദ്ധതി ബജറ്റിൽ പ്രഖ്യാപിച്ചു. ഇതിനായി 15 കോടി രൂപ വകയിരുത്തി. തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെ മുൻ ജനപ്രതിനിധികൾക്ക് ക്ഷേമനിധി പദ്ധതി ആരംഭിക്കാൻ തീരുമാനിച്ചു. ഇതിനായി 250 കോടി രൂപ വകയിരുത്തി. സർ, അംഗനവാടി വർക്കർമാരുടെ പ്രതിമാസ വേതനത്തിൽ 1000 രൂപയുടെയും ഹെൽപ്പർമാരുടെ പ്രതിമാസ വേതനത്തിൽ 500 രൂപയുടെയും വർധനവ് വരുത്തുന്നു. സർ, ആശാ വർക്കർമാരുടെ പ്രതിമാസ വേതനത്തിൽ 1000 രൂപയുടെ വർധനവ് വരുത്തുന്നു. പ്രീ പ്രൈമറി അധ്യാപകർ പ്രീ പ്രൈമറി അധ്യാപകരുടെ പ്രതിമാസ വേതനത്തിൽ 1000 രൂപയുടെ വർധനവ് ഏർപ്പെടുത്തുന്നു. സർ, സ്കൂൾ പാചക തൊഴിലാളികൾക്ക് ദിവസവേതന അടിസ്ഥാനത്തിലാണ് സർ നൽകുന്നത്. ദിവസവേതനത്തിൽ 25 രൂപയുടെ വർധനവ് ഏർപ്പെടുത്തുന്നു. സർ, സാക്ഷരതാ പ്രേരകന്മാരുടെ പ്രതിമാസ വേതനത്തിൽ 1000 രൂപയുടെ വർധനവ് ഏർപ്പെടുത്തുന്നു. സർ, ഇതുപോലെ സർക്കാർ ജീവനക്കാരുടെ DAയുടെയും പെൻഷൻകാരുടെയും ക്ഷാമാശ്വാസത്തിൻ്റെയും നിരക്കുകൾ ഉയർത്തിക്കൊണ്ടുള്ള വിജ്ഞാപനവും പുറപ്പെടുവിച്ചിരുന്നു. DA, DR കുടിശ്ശികൾ അനുവദിക്കാൻ കുറച്ച് കാലതാമസം ഉണ്ടായി എന്ന കാര്യം നിഷേധിക്കുന്നില്ല. അത് പരിഹരിക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കും. റെയിൽ വരുമെന്ന് തന്നെയാണ് നിലപാടെന്ന് ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി വ്യക്തമാക്കി. പശ്ചാത്തല വികസനത്തിൽ തെക്ക് വടക്ക് അതിവേഗപാത പ്രാധാന്യമുള്ളതാണെന്നും പദ്ധതിയുടെ പേരിലോ സാങ്കേതിക വിദ്യയിലോ പിടിവാശിയില്ലെന്നും കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. സർ, റീജിയണൽ റാപ്പിഡ് ട്രാൻസ്പോർട്ട് സിസ്റ്റം RRTS സർ, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ അതിവേഗ യാത്രാ സൗകര്യം അനിവാര്യമാണ് എന്നത് നമുക്കെല്ലാം അറിവുള്ളതും ബോധ്യമുള്ളതുമാണല്ലോ. ഡൽഹി മീററ്റ് RRTS കോറിഡോർ മാതൃകയിൽ 4 ഘട്ടമായിട്ടാണ് കേരളത്തിൽ ഈ സംവിധാനം വിഭാവനം ചെയ്യുന്നത്. ഈ പദ്ധതിക്ക് കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയം പിന്തുണ അറിയിച്ചിട്ടുണ്ട്. അതനുസരിച്ച് തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെ 1-ാം ഘട്ടം, തൃശ്ശൂർ കോഴിക്കോട് 2-ാം ഘട്ടം, കോഴിക്കോട് കണ്ണൂർ 3-ാം ഘട്ടം, കണ്ണൂർ കാസർഗോഡ് 4-ാം ഘട്ടം എന്ന നിലയിലാണ് പദ്ധതി തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നത്. പൊതുവിൽ ഉയർന്ന തൂണുകളിൽ കൂടി പോകുന്ന ഈ ഗതാഗതത്തിന്റെ പ്രത്യേകത
നഗര മെട്രോ പദ്ധതികളുമായി സംയോജിപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഇതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 100 കോടി രൂപ അനുവദിക്കുന്നു. ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ.